ഇവിടുത്തെ മൂവ്മെൻറ്റ് കുറക്കാൻ വേണ്ടി രാത്രി ഇത് കിടക്കുമ്പോൾ ഇവിടെ ഒരു സ്പ്ലിൻറ്റ് പോലെയുള്ളൊരു സാധനം ഇട്ടിട്ട് വെച്ചിട്ട് കെട്ടുക എന്നുള്ളതാണ്. നൈറ്റ് ടൈം സ്പ്ലിൻറ്റ് എന്ന് പറയും. അത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം ഫലപ്രദമാണ്. അതും മരുന്നില്ലാത്തതിൻ്റെ ചികിത്സിക്കുക എന്നുള്ളൊരു സുഖമുണ്ട്. ഇത് കൂടുതലായിട്ടും ചെയ്യുന്നത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മാറുമെന്ന് ഉറപ്പുള്ള, ഉദാഹരണമായിട്ട് പ്രഗ്നൻസി. അപ്പോൾ നമുക്ക് മരുന്നും അവോയ്ഡ് ചെയ്യണം. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അസുഖം മാറുന്ന ഉറപ്പുണ്ട്. അപ്പോൾ നമുക്ക് തൈറോയ്ഡ് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീര് കുറയുന്ന അറിയാം. അങ്ങനത്തെ സന്ദർഭത്തിലാണ് ഈ നോക്ടേണൽ സ്പ്ലിൻറ്റ് വെക്കുന്നത്. പിന്നെ ഇതിലൊന്നും ശരിയാവുന്നില്ലെങ്കിൽ പിന്നെ മരുന്നുകളുണ്ട്. അപ്പോൾ അതിനുള്ള ന്യൂറോപ്പതിക് പെയിനിൻ്റെ മരുന്നുകൾ, കോർട്ടിക്കോസ്റ്റെറോയിഡ് അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ വേറൊരു ലെവലിലുള്ള ചികിത്സയാണ് നമുക്ക് അവിടേക്ക് കോർട്ടിക്കോസ്റ്റെറോയിഡ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിലും ശരിയാവുന്നില്ലെങ്കിൽ നമുക്കിവിടെ ഈ ചില RPMS എന്ന് പറഞ്ഞ പോലെ അതുകൊണ്ടുള്ള സ്റ്റിമുലേഷൻ കൊടുക്കാം. പിന്നെ ഒന്നുകൊണ്ടും ശരിയാവാത്ത അല്ലെങ്കിൽ വളരെ കൂടിയ ഗ്രേഡാണ്, മസിലിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട്, മസിലിൻ്റെ ശക്തിയൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കാർപ്പൽ ടണൽ സർജറി ചെയ്യണം. ഈ സർജറി 3-4 രീതിയിലുണ്ട്. സാധാരണ നമ്മളെപ്പോഴും ചെയ്യാറുള്ളത് ഓപ്പൺ സർജറിയാണ്. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് ഇവിടുത്തെ ഇവിടെ റെറ്റിനാക്കുലം എന്ന് പറഞ്ഞ ഒരു തടിപ്പുണ്ട്, അതിനെ ഒന്ന് നമ്മൾ കീറി കൊടുത്തിട്ട് നരമ്പിന് പോകാനുള്ള ചാര് കുറച്ചും കൂടി വീതി കൂട്ടി കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ചികിത്സയുള്ളത്. പിന്നെ എൻഡോസ്കോപ്പിക് സർജറി എന്ന് പറഞ്ഞാൽ ചെറിയ ഹോളിൽ കൂടെ പോയിട്ട് ചെയ്യുന്ന ഒരു സർജറിയും കൂടി ഉണ്ട്. അതിലേക്ക് അൾട്രാസൗണ്ട് ഡയറക്റ്റഡ് സർജറി എന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ ചെറിയൊരു സർജറി ആയതുകൊണ്ട് മിക്കപ്പോഴും നമ്മൾ തുറന്നിട്ടുള്ള സർജറി തന്നെയാണ് ചെയ്യാറുള്ളത്.